മുത്തേ, നീ പപ്പയെ മിസ് ചെയ്യാറുണ്ടോ? Sometimes. പപ്പ എപ്പോഴാ വരിക? വേഗം വരും. അതുവരെ എനിക്ക് നീ ഉണ്ടല്ലോ. नहीं, इससे ज्यादा मैं आपको एक दिन नहीं दे सकता। I will talk to your manager. तो या मैं पुलिस को बुलाऊंगा या फिर गुंडों। जी मैम। നിന്റെ മാനേജർക്ക് എന്നെ നല്ലോണം അറിയാവല്ലോ. जी അയാൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ആ കൊരങ്ങനോട് നേരിട്ട് വരാൻ പറ. അല്ലാണ്ട് കണ്ണി കണ്ട ആപ്പി ഉപ്പയൊക്കെ എന്റെ വീട്ടിലേക്ക് അയച്ചാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടാ. जी मैम। ആ പുതിയ ഓഫീസാണ്. അബൌട്ട് യു രവി ടു മേക്ക് ഗുഡ് തിങ്സ്. ഫാദർ ഇത് നീ ആ സിഗരറ്റ് കെടുത്തി. നിന്റെ അമ്മയുടെ പ്രായം ഉണ്ടാവും എനിക്ക്. എന്റെ മുമ്പിൽ വെച്ച് സിഗരറ്റ് വലിക്കുക. എടുത്തിടാ അത്. ജെറി, ഇവനുമായിട്ടൊന്നും ഒരു ബിസിനസ്സും വേണ്ട. ഐ എം റിയലി സോറി. ഇനി അവിടത്തേക്കില്ല. ലെറ്റ്സ് ടോക്ക് ബിസിനസ് ജെറി. ഒന്ന് പറ പ്ലീസ് പ്ലീസ്. ക്ഷമിച്ചേക്കമ്മേ, ലെറ്റ്സ് ടോക്ക് ബിസിനസ്. അമ്മ ഉള്ളാട്ടോ, ഞാൻ വിചാരിച്ച പോലെയല്ല. അമ്മയുടെ പ്രായത്തിലുള്ള സ്ത്രീകളോട് ആൾക്കാർക്ക് എന്തോ ഒരു ബഹുമാനമുണ്ട്. നമുക്ക് നമ്മുടെ ഏജിലുള്ള കുറച്ച് സ്ത്രീകളെ പണിക്കിർത്തിയാലോ? ചെറിയ 1 വീക്ക് ലേറ്റ്. അടുത്ത മാസം ഞാൻ പറഞ്ഞ സമയത്ത് ഇവിടെ അമൗണ്ട് കിട്ടണം. അടുത്ത മാസത്തേക്കൊന്നുമില്ല. ആ കവറിനകത്തുണ്ട് നിങ്ങൾക്ക് തരാനുള്ള മുഴുവൻ പൈസ. പ്രിയപ്പെട്ട ഷേളി, ഞാൻ ഇന്നലെ മുരളി മേനോനെ ഫോൺ ചെയ്തിരുന്നു. ഓരോ തവണ സംസാരിക്കുമ്പോഴും അസഭ്യം പറച്ചിലും കുത്തുവാക്കുകളും കൂടുന്നതല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. കച്ചവടത്തിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള പാഠം ഞാൻ പഠിക്കാഞ്ഞതുകൊണ്ടാവണം ഇവിടെയും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജെറിയെക്കുറിച്ച് നീ എഴുതിയതൊക്കെ വായിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു, അതിലേറെ കുറ്റബോധവും. സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു തുടങ്ങേണ്ട പ്രായത്തിൽ പപ്പയുണ്ടാക്കി വെച്ച കടങ്ങളുടെ ഭാരം ചുമക്കുകയാണ് എൻ്റെ മകൻ. എങ്ങോട്ടും പോകാനാവാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ജീവിക്കണമെന്ന് പലതവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നിൻ്റെയും മക്കളുടെയും മുഖം മനസ്സിലേക്ക് വരും. താൻ എന്തായി പറയുന്നത്? കാശും ഓഫീസും ലൈസൻസും ഒന്നുമില്ലാതെ ഇന്നലെ വന്ന ഈ ചെക്കൻ 7 ദിവസം കൊണ്ട് 6000 ടൺ സ്റ്റീൽ വിറ്റെന്നോ? അതെ സാർ. അഡ്വാൻസ് കൊടുത്ത് വിടറേ. ഓക്കെ സാർ. ഇതാണ് ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ മതം, ദേശം, വർഗം, ജാതി ഇതൊന്നുമില്ല. പണിയെടുക്കുക, പണം ഉണ്ടാക്കുക. ഓരോരുത്തർക്കും ആവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. And now they trust me. 2 ആഴ്ച കൊണ്ട് നീ 10000 ടണ്ണ് വിറ്റോ? 10 ദിവസം. പൈസ ரொம்ப நேரமாக வெயிட் பண்ணுறீங்களா? കുഴപ്പമില്ല സാർ. കുഴപ്പമുണ്ടാകാൻ പാടില്ലല്ലോ. എൻ്റെ അപ്പൻ എനിക്ക് തരാമെന്നുള്ള കാശിന് ഞാനും വെയിറ്റ് ചെയ്യല്ല. വിളിച്ച കാര്യം പറ. ഞങ്ങൾ സെറ്റിൽമെൻറ്റ് റെഡിയാണ് സാർ. 10 ലക്ഷം ദിർഹംസ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന എമൗണ്ട് 1.5 വർഷത്തിനുള്ളിൽ മന്ത്ലി ബേസിൽ ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഇത് വെറും വാക്കല്ല സാർ. 1.5 വർഷത്തേക്കുള്ള അഡ്വാൻസ് ചെക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പം 10 ലക്ഷം അല്ലേ? അതെ. എൻ്റെ അപ്പൻ എനിക്ക് തരാമെന്നുള്ളത് 10 ലക്ഷമാണോടാ? നീ 1.5 വർഷത്തേക്കുള്ള ചെക്സൊക്കെ എനിക്ക് തന്നെ എന്നെ ഉണ്ടാക്കണ്ട.